ഹായ് ഗൈസ്, അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടാ പോണ? നമ്മളിന്ന് ഫാൽക്കൺ ബീച്ചിലോട്ട് പോകണം. കട്ടപ്പനയുണ്ട്, അല്ലുണ്ട്. അപ്പൊ നമുക്കിന്ന് ഫാൽക്കൺ ബീച്ചിലോട്ട് പോകുന്ന കാഴ്ചകൾ കുറച്ച് കാണാം. ഇവിടെ ഫാൽക്കൺ ബീച്ചിന് എന്തോ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ? അതിനെപ്പറ്റി ഇതൊക്കെ അറിയോ? ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. അപ്പോൾ ഗൈസ്, നമ്മൾ ഗോശ്രീ പാലത്തിലാണ്. നമ്മൾ നല്ല കിടിലുള്ള സൺസെറ്റ് ഒക്കെ കാണാം. നമ്മുടെ അലനാണ് വണ്ടി ഓടിക്കുന്നത്, ദ ഡ്രൈവർ, ദ പ്രോ. ഓ മാൻ, ഇപ്പൊ നമ്മളെ ബലയിലോ ജസ്റ്റ് ഒന്ന് കയറിയ അത് കുഴപ്പമില്ല. എടാ ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്യണം, നീ എന്നെ കാണിക്കണേ. 65 മേളിൽ കയറില്ല കേട്ടോ, അതൊക്കെ ഇല്ലീഗലാ. നമ്മളങ്ങനെ കറക്റ്റായിട്ട് സ്പീഡൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് നമ്മൾ പോകുന്നു. നമ്മളിതാ വളരെ വളരെ അർജന്റായിട്ട് മരുന്ന് മേടിക്കാൻ പോകുന്ന പോലെ അഴീക്കൽ ബീച്ചിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എടാ മലര് അഴീക്കലല്ലല്ലോടാ, ഫാൽക്കൺ ബീച്ചിലാ. അപ്പൊ നമ്മളിതാ ഫാൽക്കൺ ബീച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷം കൂടെ പട്ടി ഓ പന്ന പട്ടിയൊക്കെ ചിലപ്പോ വട്ടം ചാടും. അത് കുഴപ്പമില്ല, പട്ടിക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമ്മൾ അതിനെ മാനിക്കണം. എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട്. പട്ടി വട്ടം ചാടി ഐസി കിടക്കുമ്പോഴും നമ്മൾ തന്നെ പറയണം വാട്ട് എവർ ദിസ്. അപ്പൊ നമ്മള് ഫാൽക്കൺ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ടപ്പന അവിടെ എത്തിയിട്ടുണ്ട്. ഹീസ് വെയിറ്റിംഗ് ഫോർ us. സോ നമുക്ക് ബാക്കി കാഴ്ചകൾ ഫാൽക്കൺ ബീച്ച് ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മളിതാ ബീച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുർഘടമായ വഴികളിലൂടെ. എടാ കൊല്ലല്ലടാ, സാവ്. അപ്പൊ നമ്മളിതാ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത്. വണ്ടിയൊക്കെ പോണാണോ? അതെല്ലോ വണ്ടിയാണല്ലോ വരുന്നത്. എടാ ഞാൻ വേണമെന്ന് ഇറങ്ങണോടാ. എടാ അയ്യോ എനിക്കറിയില്ല. പോട്ടെ എടാ ഞാൻ ഇറങ്ങാം. സൂപ്പർ കല്ല് കട്ടോനാ എടുക്കടാ. നിനക്ക് സാധിക്കൂടാ, അതുവഴി ഇങ്ങനെ പോന്നാ പറയായിരുന്നോ? നിനക്ക് സാധിക്കും. നീ എന്നെ വന്നവരുടെ നമ്മൾ ബാക്കി അങ്ങോട്ട് പോകത്തുള്ളൂ. എടാ നീ മനഃപൂർവ്വം ഞാൻ വന്നോണ്ട് നീ സ്കിൽഡ് ഡ്രൈവർ. ഓക്കെ, നമ്മളതാ ബീച്ചോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വി റീച്ച് ഫാൽക്കൺ ബീച്ച്. സോറി, ഇത് മറ്റേ എന്താ പറയുന്നുണ്ട്? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട്, ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞോളാം. അതെ ഉണ്ട് ഇല്ലേ? ഉണ്ട്. നമ്മുടെ കട്ടപ്പന പറയുന്നത് സൂര്യാസ്തമയ കന്യാകുമാരി മാത്രം കാണാൻ പറ്റുന്ന. അല്ല വേണ്ടത് സൂര്യാസ്തമയം. സൂര്യൻ അതിന്റെ പുറകെ സൂര്യൻ ഉണ്ടാ. പിന്നെ നീ ബോൾ കാട്ടി അവിടെ ഉണ്ട്. ഇപ്പൊ നീ പോയി നോക്കിട്ട് വാ. ഇപ്പൊ താഴെ ഉദ്ദേശിച്ച അങ്ങനെയല്ല. കന്യാകുമാരി ഇവിടെ സൂപ്പറായിട്ടാണ്. അലാവുദ്ദീൻ അത്ഭുതമൊക്കെ നിൽക്കുന്നുണ്ടാ. നീ ആ ബോട്ട് എടുത്ത് വിട്ടാ പുറകെ നോക്കിട്ടോ. നീ എന്നാലും കന്യാകുമാരി മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലായി കേട്ടോ. അതായത് ഉത്തമ മനസ്സിലായി. അല്ല കന്യാകുമാരിക്ക് എങ്ങനെയാ സാധിക്കുന്നത്? പുതിയ ചലഞ്ചാണ്. ഓടിച്ച നമ്മൾ ഞാനുണ്ട് ബാബാ ഓടാല ഓടോട് പുള്ളപ്പാറ ചാടിക്കറ. ഓ ഏതാ മോനെ രണ്ടുപേരും കയറിയിരിക്കാണ്. അല്ല ഫുള്ളടിക്കാം. ഫുള്ള് പറ്റൂടാ. പക്ഷെ പിടുത്തം കണ്ടേ. ഫോട്ടോഷൂട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ആക്ടർ കട്ടപ്പന കണ്ടായിരുന്നു.
കാറ്റ് വരണല്ലോ അവിടെ വല്ല ഫാമിലെ കൊണ്ടുപോകും ഇങ്ങനെ പാറണം. എടാ നിക്ക ആളുണ്ടോ എന്നെ ലാലം വെറുതെ ആക്ട് ചെയ്ത് നശിപ്പിച്ച്. ഞാനാണ് ഫോട്ടോ എടുക്കുന്നത്. നിങ്ങളെ സങ്കടങ്ങൾ ആഘോഷിക്കും. ഓ സങ്കടങ്ങൾ ആഘോഷിക്കാതെ ഓ ഏതാ റേഞ്ച് പോലെ. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫോട്ടോഷൂട്ടൊക്കെ ആയിരിക്കും. ഇതെവിടെ ഒരാൾ നിലത്തൊക്കെ ഇരുന്ന ഫോട്ടോ എടുക്കുന്നത്. ഫുൾ ഫോട്ടോഷൂട്ടുള്ളൊരു ബീച്ചാണ് ഇത്. എന്നാലും എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എനിക്കറിയത്തില്ല, ഇതിനെപ്പറ്റി ആധികാരികമൊന്നും അറിയില്ല. ആധികാരികമായി അറിയാവുന്നവരൊക്കെ ഇതിന് കമൻ്റ് ഇടുക. വേറെ സ്ഥലം നിറച്ചിങ്ങനെ ഇതാണ് വേറെ ക്രോക്സ് ഉള്ളവൻ്റെ ക്രോക്സ് അപാരതകൾ. അതെ അതെ. ഓ കട്ടപ്പന ഇതുണ്ട്. എല്ലാ മൊമെൻറ്റ്സും ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്കൊരാളുണ്ട്. അതാണ് നമ്മുടെ കട്ടപ്പന. അല്ല വിദൂരതയിലേക്ക് പോവുകയാണ്. അതിലൂടെ വേണം ഞാനും പോവാം. ഇതെന്താണ് മാടപ്രാവോ. നമ്മളെ നെക്സ്റ്റ് ടാസ്ക് അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് പൊക്കുക. അല്ല നമ്മൾ നെക്സ്റ്റ് ടാസ്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് പൊക്കുക. ഇവിടെ സാധിക്കോ അലൻ വിഷയാടോ. അല്ല ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇത് പൊക്കി കഴിഞ്ഞാൽ നിനക്ക് എന്താണ്? കുതിര അവിടെ ഉണ്ടെന്ന് ഉണ്ട് ഇല്ല. അയ്യോ എന്നൊക്കെയാണ്. അപ്പൊ കട്ടപ്പന എന്നാ പറയുന്നത്. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും മനോഹരമായ കടൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇതിന്റെ പഴയ പ്രണയിനെ ഓർക്കുവിൻ, നഷ്ടപ്രണയത്തെ ഓർക്കുവിൻ, കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് ഓർക്കുവിൻ. കട്ടപ്പനയ്ക്ക് ഇപ്പോൾ അവിടെ ഒരു വീഡിയോ ഷൂട്ടിങ് നടപ്പുണ്ട്. കട്ടപ്പനയ്ക്ക് ഇച്ചിരി ഏജ് ആയിട്ടുണ്ട് നമ്മുടെ മൈനാണ്. എന്നാലും കട്ടപ്പനയ്ക്ക് ഒരു ആഗ്രഹം കല്യാണം കഴിയാൻ. കട്ടപ്പന കല്യാണത്തെ പറ്റിയുള്ള നിന്റെ ഇത് എങ്ങനെയാണ് കോൺസെപ്റ്റുകൾ പറയാം? കല്യാണം വേണ്ടേ? കമ്പ്യൂട്ടറിന് പണി ഈശ്വരാണോ? കട്ടപ്പന ഒരു പ്രായം കഴിഞ്ഞാൽ കെട്ടിക്കുന്നോ ഉറപ്പാ. അതെ കട്ടപ്പന ട്രാവൽ യാത്ര പ്രണയിച്ചു. കട്ടപ്പന മമ്മി ഇത് കാണുന്നുണ്ടായിരിക്കും. മമ്മി പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ചെറുക്കനെ കെട്ടിച്ച് വിടണം കേട്ടോ. ഇവ കെട്ടണം എന്നൊക്കെ പറയും. കല്യാണം കഴിച്ചോ. ക്യാമറ നോക്കി പിന്നത്തെ കാഴ്ചകൾ നമുക്ക് ഇതിന് ആവശ്യമില്ല. നമ്മുടെ കമ്പ്യൂട്ടർ, ജോലി, കുടുംബം എന്ന് വെച്ചാൽ നമ്മുടെ അപ്പനെ അമ്മയെ നോക്കുക, അവർ ട്രിപ്പ് ചെയ്യുക, ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. ആ സെറ്റപ്പ്. ബിഹൈൻഡ് ദ ക്യാമറ മാൻ ബിഹൈൻഡ് ദ ലെൻസ് അലൻ. കുഴപ്പമില്ല. നമുക്ക് വീഡിയോ എടുത്തല്ലോ. എടാ അച്ചുവേ നിനക്കൂടെ വേണ്ട ഇതുപോലെ ഒരെണ്ണം. എനിക്കും വേണ്ട. മേളിക്കത് എന്തൊക്കെയോ ചെയ്യാൻ മോനെ ഇനി അതിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് താവട്ടി ആടി തല കുത്തിക്കണം. കട്ടപ്പന അത് വേണോ? ഇനി അവിടെ നിന്ന് ദൂരോട്ടി ആട്. ബ്ലോഗ് രണ്ടിന്റെ കാലൊടി കാണാം. ഇവരെന്നെ കാണിക്കാൻ എന്താ ഞാനിവിടെ പിടിച്ചിട്ട് തെന്നുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ അത് ടാസ്ക്. അപ്പോ ഈ മേളിൽ പല്ലിന് താട്ടിറക്കി അങ്ങനെ. ഓ വീടില്ലോ ഭാഗ്യം. ഇനി ആലൻ കമോൺ വന്നേ. കമോൺ സാധിക്കല. യെസ് 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 യെസ്. ഇനി അവിടെ പുള്ളപ്പോഴ അടിക്കും മേളിലോട്ട്. ഇന്നത്തെ വ്ളോഗ് ഫുള്ള് ഓരോ ടാസ്ക്കാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കിടക്കുന്ന വലിയ കരിങ്കല്ലിന്റെ പീസ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പൊക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ജിമ്മിൽ ആശാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അഖിലാശാനെ ഓർത്തുകൊണ്ട് ഞാൻ ഈ വെയിറ്റ് എടുക്കുന്നതായിരിക്കും. അഖിലാശാന് ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പൊ നമുക്ക് ഈ വെയിറ്റ് എടുക്കാം. എങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഡെഡ് ലിഫ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടല്ലേ? നടുവളക്കല്ലേ ഉളുക്കും. നിക്കാൻ എടുക്കട്ടെ. പുതിയൊരു ഐഡിയ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോ ഓട്ട മത്സരം വെക്കാൻ പോവാണ്. ഇത് നമ്മൾ 3 പേരുടെ അല്ലുണ്ട്. യെസ്. ആര് വീഡിയോ എടുക്കൂടാ? ഞാൻ തന്നെ. അല വീഡിയോ എടുക്കും. എങ്ങനെയാണ് എടുക്കണം
എന്നാ നീ ഫ്രണ്ടിലോട്ടുള്ള വീഡിയോ നീ എടുത്തോ, ബാക്കിലോട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാം. ഒരു മിനിറ്റ്. അയ്യോ എന്തൊക്കെയാ എടാ, എവിടെ ഫുൾ നോക്കി. ആ നമുക്ക് ഇങ്ങനെ എടുക്കാം. നീ ഫ്രണ്ടിലോട്ടുള്ള എടുത്ത് ഇതെന്തിനപ്പോ ഇതിന്റെ ആവശ്യമുണ്ടോ? അത് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ആ ഒരു ഫോൺ ഞാൻ ഇങ്ങനെ വിടും, നീ ഇങ്ങനെ എടാ ഒരു ഫോൺ മതിടാ. മതിയോ? മതി മതി. നീ തോറ്റു. ഓ നീ അത് പിടിച്ചിട്ട് ജയിക്കാനുള്ള പരിപാടിയിലാണോ? നടക്കുമല്ലേ ഇങ്ങനെ കട്ടപ്പന ഒറ്റ ഓട്ടത് അത് വെച്ച് ഇടിച്ചു. അയ്യോ റെഡി സ്റ്റഡി ഗോ. ഇങ്ങനെ അടിക്കുമ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ എങ്ങനെ? റെഡി സ്റ്റഡി ഗോ എന്നാണ്. ഓക്കെ ഓക്കെ റെഡി സ്റ്റഡി ഗോ എന്നാണ്. കട്ടപ്പന എവിടെ പോവാ? അവൻ അവിടെ എത്തി. അയ്യോ ഇതെന്താ കത്തിയോ? ആണിയാണോ? അല്ല എവിടം വരെ ഓടുന്നത്? അത് കേട്ടോ പോളിന് നേരെ വരെ. അയ്യോ ഓക്കെ 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 റെഡി. ഞാൻ തുടങ്ങോട്ടോ. എന്നടാ പണ്ട് ഏത് കാലില് കുറച്ച് പവർ കൊണ്ട് നോക്കട്ടെ. ആദ്യം മുന്നിൽ വെച്ച് വീണല്ലോ. റെഡി സ്റ്റഡി. വീഡിയോ മൊത്തം കിട്ടിയില്ല കാശ്. അറിയണോ ഓടിയപ്പോ പവർ കൊടുത്താ ഓടി മണ്ണെ പിടിച്ചിരിക്കും. ഓഫായി പോയി. അയ്യോ എടാ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്നും എടാ വേണം. നീ വരത്തില്ല, ഇനി എനിക്ക് കേൾക്കാം. നമ്മൾ ആ ടാസ്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും അവരവരുടെ വീഡിയോ എടുത്തോണ്ട് അവരവരുടെ ഓടുന്ന. കട്ടമേ തിരിച്ചുപിടി. സെൽഫി അല്ല, മെയിൻ ക്യാമറ ആണോ? നല്ല ക്ലാരിറ്റി ഉള്ളൂ. ആ ഇതുപോലെ അല്ല, തിരിച്ചുപിടി ക്ലാരിറ്റി പറ. അപ്പം 3 പേരും അവരുടെ ഫോൺ തിരിച്ചു പിടിച്ചോണ്ട്, ഐ മീൻ ഫേസേ പിടിച്ചോണ്ട് ഓടും. ആണ് പുതിയ ടാസ്ക്. അപ്പം എനിക്ക് ചാർജ് ഇല്ല, അതുകൊണ്ട് കൊള്ള ചാർജ് ഓടാം. ഞാൻ കുറച്ച് ഫ്ലാഷ് അടിച്ച് നിൽക്കാം, പേടിക്കണ്ട. നമ്മളൊന്നും കൂട്ടുകാരല്ല. കമോൺ റെഡി വൺ. ഫ്ലാഷ് ആണ് ഞാൻ പോയോ? ഞാൻ ജയിച്ചു. നോക്കണം, ഞാൻ ജയിച്ചാ. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഓടാണത്. ഞാനൊക്കെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഓടി പൂഴിയിലോട് ഞാൻ കളി കളിച്ചാ. അല്ല എന്നെ വെല്ലുവിളിച്ച് നോക്കിയത്. ആ ഞാൻ കണ്ടമ്പോഴൊക്കെ ഓടിക്കൊണ്ടിരുന്നാ പണ്ട്. അതെ എന്നെ തല്ലാൻ വരും, ഞാൻ ഇപ്പം ഇറങ്ങി ഓടും ചുമ്മാ. അവൻ എന്നെ വെല്ലുവിളിക്കാൻ ചുമ്മാ. നിങ്ങളായിട്ടില്ല. അയ്യോ ഇനി ബാക്കി നമുക്ക് പോകുന്ന വഴിക്കണം. വേറെ ഒന്നുമില്ല, നമ്മളെന്തായിരുന്നു അവൽ മിൽക്ക് കഴിക്കാൻ പോകുന്നുണ്ട്. അലൻ പറഞ്ഞത് അടിപൊളി സ്ഥലമാണ്, നമുക്ക് പോയി കഴിച്ചു നോക്കാം. അല്ല അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അതിന് വഴിക്ക് നമ്മൾ ഹൈക്കോട്ട് എത്തുന്നതിന് മുമ്പ്, പാലം കയറുന്നതിന് മുമ്പായിട്ട് ഒരു ഇതുണ്ട്, ഏതാ അവിൽ മിൽക്ക് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയൊക്കെയാണ്. 49 രൂപയുടെ ഷെയ്ക്കാണ്. അപ്പം നമ്മുടെ ചെറിയൊരു വളരെ കുഞ്ഞോടെയാണ് നമ്മൾ ഷെയ്ക്ക് കുടിക്കാം. ഓക്കെ നമ്മുടെ അവിൽ മിൽക്ക് വന്നിരിക്കുകയാണ്. കടപ്പനയും കാഴ്ചയൊക്കെ ഉണ്ട്. അഭിപ്രായം പറയും. ഇഷ്ടപ്പെട്ടു? അല്ല ഇഷ്ടപ്പെടാം. അല്ലെ കൊള്ളാം. അല്ല കഴിച്ചില്ല എന്നിട്ട് കൊള്ളാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് ഞാൻ ബാക്കി കഴിച്ചു നോക്കട്ടെ. ഓക്കെ അപ്പോൾ ഗൈസ് സാധനം കൊള്ളായിരുന്നു. നമ്മൾ കഴിച്ച് കഴിഞ്ഞിറങ്ങി. ജെന്യുവൻ റിവ്യൂ ആണ്, വളരെ അടിപൊളിയായിരുന്നു. 49 രൂപയുള്ള അവിൽ മിൽക്കിന് ഭയങ്കര ഹെവി കണ്ടന്റാണ്. പക്ക ഹെവി കണ്ടന്റ്. 49 രൂപയ്ക്ക് വെർത്താണ്. മസ്റ്റ് ട്രൈ അങ്ങനെ തന്നെ പറയും, മസ്റ്റ് ട്രൈ. ലൊക്കേഷനൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോൾഗാട്ടി പാലത്തിൻ്റെ അടുത്തായിട്ടാണെന്ന് പറയാം. പിന്നെ പ്രൊമോഷൻ ഒന്നും അല്ല. ട്രൈ കണ്ടുപിടിക്കുന്നവർ ട്രൈ ചെയ്യുക.